പോകുന്നത് കല്ലുൻ്റെ ഡാൻസ് കാണാനായിട്ടാണ് കേട്ടോ. ആനുവൽ ഡേയുടെ അന്ന് ക്ലാസ് ഡാൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് മാത്രമേ അവൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാണാനായിട്ടാണ് പോകുന്നത്. അപ്പം ഞാനാണെങ്കിൽ നല്ല തിരക്കിലായിരുന്നു. വീട്ടിൽ നിന്ന് വന്നിട്ട് കുറേ അധികം പണികളുണ്ടായിരുന്നു. പിന്നെ നെറ്റിപ്പട്ടങ്ങൾ ഒന്ന് രണ്ടെണ്ണം വിടേണ്ട തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ സൗണ്ടുകൾ ഞാൻ കേൾക്കുന്നുണ്ട് ഇന്ന തന്നെ പ്രോഗ്രാമുകളിൽ നിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ 1ാം ക്ലാസ് ആയത് കാരണം LKG UKG കഴിഞ്ഞ് അടുത്തത് വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം ധൃതിപ്പെട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വന്നത്. പക്ഷേ ഞങ്ങളൊരു 6 മണിക്ക് മുൻപൊക്കെ 5-5:30 ആയപ്പോൾ വന്നിരിക്കുന്നതാണ്. പക്ഷേ ഇവരുടെ പരിപാടി തുടങ്ങിയപ്പോൾ 7-7:30 8 മണിയൊക്കെ ആയിന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ മേക്കപ്പൊക്കെ ചെയ്തിട്ട് വണ്ടി ചേട്ടനുണ്ട്, ബാബു ചേട്ടൻ വാങ്ങി കൊടുത്തതായിരുന്നു കേട്ടോ നെല്ലിക്ക. അപ്പോൾ അതിന് മുൻപ് എന്നോടടുത്ത് വന്നിട്ട് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫുഡിൻ്റെ സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് പിള്ളേരുകൾ ഓരോന്നൊക്കെ വാങ്ങി ഇങ്ങനെ കഴിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഐസ്ക്രീമിൻ്റെ പിന്നിൽ നീ നെല്ലിക്ക കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആളതൊക്കെ ഇരുന്ന് തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണനാണെങ്കിൽ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ ഭയങ്കര സന്തോഷം. വൈകുന്നേരം ഇപ്പോൾ ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ സ്റ്റേജിൽ നിന്ന്. ഡാൻസൊക്കെ ആകുമ്പോൾ പാട്ടും അതുപോലെ ലൈറ്റും, ആൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണല്ലോ ലൈറ്റും പാട്ടും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ കല്യാണി മേക്കപ്പൊക്കെ ഇട്ട് വന്നിരുന്ന് ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ അത് കാണുമ്പോഴും അവന് ഭയങ്കര സന്തോഷം. അപ്പോൾ കല്യാണി ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര സന്തോഷത്തിലാണ് ആൾ. അവിടെ പാട്ടൊക്കെ കേട്ടിട്ട് അവൾ ഇവിടെ ഇരുന്നും കൊണ്ടാണ് കേട്ടോ ഡാൻസൊക്കെ കളിച്ചും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു കല്ല് നല്ലപോലെ കളിച്ചോളോട്ടാന്നൊക്കെ. പക്ഷേ സ്റ്റേജിലെത്തിയപ്പോൾ ആളുടെ മുല്ലപ്പൂ ചെറുതായിട്ടൊന്ന് താഴെ പോവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ പിള്ളേരുകൾക്കൊക്കെ ഇങ്ങനെ പൂ വയ്ക്കുക, ചുട്ടി വയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയേ കോൺഫിഡൻസ് കുറച്ച് പോയതുപോലെ ഉണ്ടോ എന്നൊക്കെ തോന്നി. പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ കല്ലുവിനേക്കാളും സന്തോഷത്തിലാണ് കണ്ണൻ ഇവിടെ ഇരിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മളും ഭയങ്കര ഹാപ്പി. ഇതൊക്കെ കാണുന്ന നിങ്ങളും ഹാപ്പി ആവുന്നുണ്ടെന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നത്.